Welcome to Tiffany's Kitchen. Hi everyone, welcome back again. ഇന്ന് എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന കല്ലുമ്മക്കായ നിറച്ചതാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കല്ലുമ്മക്കായ നിറച്ചതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. ഇപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 10 ചെറിയുള്ളി, 3 വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ ഒരു നാളികേരത്തിൻ്റെ പകുതി നാളികേരം ചിരവിയത് അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വളരെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ആ അരപ്പെല്ലാം നല്ലതായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒന്നുകിൽ നിങ്ങൾ പച്ചരിയും പുഴുങ്ങലരിയും കൂടെ ചേർത്ത് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് കുഴച്ചെടുത്ത് പത്തിരി റെഡിയാക്കി എടുക്കുന്ന ആ ഒരു പത്തിരിപ്പൊടിയില്ലേ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആ ഒരു പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് തിക്കാവുന്നത് അത്രയും പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് കല്ലുമ്മക്കായ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ കല്ലുമ്മക്കായ ക്ലീൻ ചെയ്തെടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയിട്ട് കണ്ടാൽ മതി കേട്ടോ. ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള കല്ലുമ്മക്കായ മുഴുവനായിട്ട് ഞാനിതുപോലെ വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഇറങ്ങി വന്നിട്ടുള്ള ഈ ഒരു സത്തടങ്ങിയിട്ടുള്ള ഈ ഒരു വെള്ളം നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു കൂട്ട് നമുക്ക് ഓരോ കല്ലുമ്മക്കായും എടുത്ത് അതിലേക്ക് നിറച്ച് കൊടുക്കാം. മുഴുവനായിട്ടും ഇതുപോലെ നിറച്ച് കൊടുക്കുക. അപ്പോൾ ചെറിയ തരം കല്ലുമ്മക്കായാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇതിപ്പോൾ എനിക്ക് കുറച്ച് വലിയ കല്ലുമ്മക്കായാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും ചെറുതാണ് നല്ലത്. അങ്ങനെയാകുമ്പോൾ കുറച്ച് മാവ് നിറച്ച് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു കല്ലുമ്മക്കായ നമ്മളിവിടെ മാവ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. മുഴുവൻ കല്ലുമ്മക്കായാലും നമുക്കിതുപോലെ നിറച്ച് കൊടുക്കാം. മുൻപ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബീച്ചിൽ, കോഴിക്കോട് ബീച്ചിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു കല്ലുമ്മക്കായയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കല്ലുമ്മക്കായ ഫ്രൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ മറക്കരുത്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ വീടുകളിലൊക്കെ ചെയ്തെടുക്കുന്ന ഒരു കല്ലുമ്മക്കായ നിറച്ചതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് സ്റ്റീമറിലേക്ക് ഇത് മാറ്റാം. ഇത് നമുക്ക് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മാവും മസാലയും ഒക്കെ നല്ലതായിട്ടൊന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. നല്ലതായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഇതിൽ നിന്ന് അടർത്തിയെടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് നല്ല വൃത്തിയിൽ ഇത് പെട്ടെന്ന് ഈ ഒരു ഷെല്ലിൽ നിന്നും അടർത്തിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ മുഴുവനായിട്ട് ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്പം ലൂസിലായിരിക്കണം ഈ ഒരു ബാറ്റർ. നമ്മൾ സ്റ്റീം ചെയ്തിട്ടുള്ള ഓരോ കല്ലുമ്മക്കായും ഈ ഒരു ബാറ്ററിൽ മുക്കിയെടുത്ത് നമ്മളിനി ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്റ്റീം ചെയ്തിട്ടുള്ള ഓരോ കല്ലുമ്മക്കായും ഇതിൽ മുഴുവനായിട്ടൊന്ന് മുക്കിയെടുക്കാം. നല്ലതായിട്ടൊന്ന് കവർ ചെയ്തെടുത്ത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്താലും മതി കേട്ടോ. ഡീപ് ഫ്രൈ ചെയ്യുന്നതിനും ഷാലോ ഫ്രൈ ചെയ്യുന്നതിനും കുഴപ്പമില്ല. അപ്പോൾ ഒരുപാട് സമയത്ത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ കവറിങ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു മസാല ജസ്റ്റ് അതിലൊന്ന് പിടിക്കുന്ന വിധത്തിൽ പുറത്തൊന്ന് ജസ്റ്റ് ഒരു ക്രിസ്പി ആവുന്ന രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം ഓൾറെഡി കുക്കായിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇങ്ങനെ മുഴുവൻ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവൻ കല്ലുമ്മക്കായും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കല്ലുമ്മക്കായ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കല്ലുമ്മക്കായ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.